Hi, my dear friends. എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസംബർ 5 ഹിന്ദു ആണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസുകൾ ഒന്നാമതായിട്ട് സൈക്ലോൺ ജവാദ് നോക്കാനുണ്ട്. അതുപോലെ തന്നെ നാഷണൽ മിഷൻ ഓൺ കൾച്ചർ മാപ്പിംഗ്, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, ന്യൂ ഇന്ത്യ അഥവാ റഷ്യ ഇന്ത്യ റിലേഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പ്രിലിംസ് ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കാനുള്ളതാണ് ഈ എല്ലാ ന്യൂസുകളും. അതിന്റെ സോഴ്സുകൾ ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ന്യൂസിന്റെയും മറ്റുള്ള UPSC KS തുടങ്ങിയ എല്ലാത്തിന്റെയും PDF കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലായിരിക്കും. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് വളരെ കുറഞ്ഞ ഫീസിന് നിങ്ങൾക്ക് IAS പഠനമോ ഒരു KS പഠനം നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതിൽ ഫസ്റ്റ് ന്യൂസ് ഉണ്ടായിരുന്നത് ഒന്ന് ഓൾറെഡി കൊറോണന്റെ ന്യൂ വേരിയന്റ് ന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യണം. പിന്നെ ജവാദ് വീക്കെൻഡ് ജവാദ് ബന്ധപ്പെട്ട ഈ ഒരു ഒഡീഷ്യ കോസ്റ്റൽ റീജിയനിലോട്ട് ജവാദ് സൈക്ലോൺ വന്നതായിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം എങ്ങനെയാണ് ഈ ഒരു സൈക്ലോൺ പേരിടുന്നത്, അതിന് നെയിമിംഗ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാം. സൈക്ലോൺ ജവാദ് എന്ന് പറയുമ്പോൾ ഈ ഒരു റീസെന്റ് ടൈമിൽ ഇപ്പം ഇവിടെ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ ശേഷമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൈക്ലോണിക് സ്റ്റോം ഉണ്ടായതാണ് ബേ ഓഫ് ബംഗാളിൽ. ധാരാളം സൈക്ലോൺസ് നിങ്ങൾ കണ്ടതാണ്. എങ്കിലും സൈക്ലോണിന്റെ ഈ ഒരു നെയിമിംഗ് ഓഫ് സൈക്ലോൺ, ട്രോപ്പിക്കൽ സൈക്ലോൺ എങ്ങനെയാ ജസ്റ്റ് നോക്കാം. വേൾഡ് വൈഡ് ആയിട്ട് 6 റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെട്രോളജിക്കൽ സെന്റേഴ്സ് ഉണ്ട്. ഇതിന്റെ ബേസിലാണ് വേൾഡിൽ മൊത്തം നെയിമിംഗ് നടക്കുന്നത്. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് വൺ ഓഫ് ദി 6 റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെട്രോളജിക്കൽ സെന്റേഴ്സിന്റെ ഭാഗമാണ്. എന്താണ് സൈക്ലോണിന്റെ പേര് കൊടുക്കുന്നു ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അതിൽ നമ്മളിവിടെ 13 രാജ്യങ്ങൾ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു റീജിയനിൽ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ നെയിമിംഗ് കൊടുക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ്? 13 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ, ബംഗ്ലാദേശ്, ഇറാൻ, മാലിദ്വീപ്സ്, മ്യാൻമാർ, ഒമാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, ശ്രീലങ്ക, തായ്ലാന്റ്, UAE, യമൻ. ഈ 16 രാജ്യങ്ങൾ കൂടിയിട്ട് ഈ 13 രാജ്യങ്ങൾ അവർ 8 നെയിമുകളാണ് ഓരോ രാജ്യങ്ങളായിട്ട് എന്ത് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുക. അതിന്റെ ബേസിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എന്ത് ചെയ്യുക നെയിമിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അത് ഏതൊക്കെ റീജിയനിൽ ഏകദേശം ഒന്ന് ഈ ഒരു ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ഇൻക്ലൂഡിംഗ് ബേ ഓഫ് ബംഗാളും അറേബ്യൻ സീ ഒക്കെ വരുന്ന റീജിയനിൽ നോക്കിയിട്ടാണ്. ഓക്കെ, ആ ഒരു ഓർഡറിൽ എന്ത് ചെയ്യാണ് അതിന്റെ നെയിമിംഗ് ആ ലിസ്റ്റിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു ഇത്തരത്തിലൊരു നെയിമിംഗ് കൊടുക്കുന്നതിന്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ഈസി ആയിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ സൈക്ലോൺസ് ഐഡന്റിഫൈ ചെയ്യാൻ എല്ലാവർക്കും ഈസി ആയിരിക്കും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. മറ്റേത് ഓരോ രാജ്യങ്ങൾ ഓരോ പേര് കൊടുക്കുകയാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യത്തിൽ ചില ഇഷ്യൂസ് ഉണ്ടാവാം. അതുപോലെ തന്നെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ, കൺഫ്യൂഷൻ റിമൂവ് ചെയ്യാൻ, ഓക്കെ, ഈസിലി മനസ്സിലാക്കാനൊക്കെ എന്താ നമുക്ക് ഇത് ഈ ഒരു നെയിമിംഗ് സിസ്റ്റം നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതാണ് ആ ന്യൂസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. മറ്റെന്തെങ്കിലും കാഷ്വാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ ഫാമേഴ്സിന്റെ ഡിമാൻഡ്സ് നോക്കാൻ വേണ്ടി 5 മെമ്പർ പാനലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഫാം ബില്ലുമായി ബന്ധപ്പെട്ട് ധാരാളം ന്യൂസ് ഡിസ്കസ് ചെയ്തായിരുന്നു. നിങ്ങൾ ഈ ഒരു പാനൽ റെക്കമെൻഡേഷന് ശേഷം നിങ്ങൾ ജസ്റ്റ് കൂടുതൽ വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, മറ്റൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് കൾച്ചറൽ മാപ്പിംഗ് ആണ്. 18 വില്ലേജ് കൾച്ചറൽ മാപ്പിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ അത് ഓൾറെഡി കൾച്ചറൽ മാപ്പിംഗ് എന്നുള്ള ഒരു പ്രോഗ്രാം ആണ് നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് എന്നുള്ള ഇവരുടെ കീഴിലാണ് ഇത് ചെയ്യുന്നത്. അറിഞ്ഞിരിക്കുക. ഈ കഥപ്പുറ്റിൽ നിന്നുള്ള ഈ ജസ്റ്റ് ഈ ഒരു ആർട്ടൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താണ് ഈ ഒരു പ്രോഗ്രാം, ഓക്കെ, ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, 80 വില്ലേജ് നടത്തി തുടങ്ങിയിട്ടുണ്ട്. അത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഫ്രീഡം മൂവ്മെന്റ്, അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഫെസ്റ്റിവൽസ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് നോക്കുന്നത്. മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്കീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാഷണൽ മിഷൻ ഓൺ കൾച്ചറൽ മാപ്പിംഗ് എന്നുള്ളതാണ്. റീസെന്റ് ഇപ്പം നാഷണൽ മിഷൻ ഓൺ കൾച്ചറൽ മാപ്പിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സിനാണ്. ഓക്കെ, ഏകദേശം 75 വില്ലേജ് ആണ് ഒക്ടോബർ 21 അവർ ചെയ്യുന്നത്. ഇപ്പൊ ഈ റീസെന്റ് ഈ ഒരു ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് എന്ന് പറയുന്നത് 1987 എസ്റ്റാബ്ലിഷ് ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് അറിഞ്ഞിരിക്കും. മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ കീഴിലാണ് വരുന്നത്. ഇത്തരം ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഫീൽഡ്സ് ഓഫ് ആർട്സ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് മാപ്പിംഗ് ഓഫ് ദി 500 വില്ലേജസ് ആണ്. ഓക്കെ, എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ 21-22 എന്ത് ചെയ്യാണ് 5000 വില്ലേജസിന്റെ കൾച്ചർ മാപ്പിംഗ് നടത്താൻ വേണ്ടിയാണ്. ഇതിന്റെ കീ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ മിനിസ്റ്റർ ഓഫ് കൾച്ചർ ആണ് അപ്രൂവ് ചെയ്താണ് ഈ ഒരു പ്രോഗ്രാം എന്ന് അറിഞ്ഞിരിക്കുക. കൾച്ചർ നാഷണൽ മിഷൻ ഓൺ കൾച്ചറൽ മാപ്പിംഗ് 2017 ഒരു കോംപ്രഹെൻസീവ് ഡാറ്റാബേസ് ആർട്ടിസ്റ്റ്, ആർട്ട് ഫോം, അതർ റിസോഴ്സ് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഓക്കെ,
അതുപോലെ തന്നെ അഡ്രസ്സിംഗ് ചെയ്യാൻ വേണ്ടി നമ്മുടെ റിച്ച് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ, അതുപോലെ തന്നെ വാസ്റ്റ് വൈഡ് സ്പ്രെഡ് കൾച്ചർ അഥവാ ഒരു കൾച്ചറൽ മാപ്പിംഗ്, ഒരു കൾച്ചറൽ വൈബ്രൻസി നമ്മൾ എന്ത് ചെയ്യുക, ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക നമ്മളുടെ കൾച്ചറിനെ കുറിച്ച് എന്നുള്ളതാണ്. അതിന്റെ കാര്യമായിട്ട് ഡാറ്റ മാപ്പിംഗ്, ഡെമോഗ്രഫി ബിൽഡിംഗ്, ഫോർമലൈസിംഗ് ദ പ്രോസസ്, എല്ലാ കാര്യങ്ങളും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക, ഒരു അംബ്രല്ല സ്കീമിന്റെ ഭാഗമായിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വോളണ്ടിയേഴ്സ്, നെഹ്റു യുവ കേന്ദ്ര സംഘാതൻ, നാഷണൽ സർവീസ് സ്കീംസ്, ഇവരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ വർക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ വോളണ്ടിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് മറ്റുള്ള സ്കീംസ് ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട ഇതുപോലത്തെ മറ്റുള്ള സ്കീംസുകൾ പറയാൻ പറ്റുന്നതാണ് ഈ പേരുകളൊക്കെ. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്, ഇതൊക്കെ നിങ്ങളുടെ ആൻസർ റൈറ്റിംഗിലൊക്കെ ഇത്തരം സ്കീമുകളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ കൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ അക്കൗണ്ടിൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത്, കലാ സംസ്കൃതി വികാസ് യോജന തുടങ്ങിയ സ്കീമുകളൊക്കെ ഇത്തരത്തിൽ ഈ ഒരു കൾച്ചറുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, മറ്റു ന്യൂസ് നമ്മൾ ഉണ്ടായിരുന്നത്, അപ്പൊ ആ ഒരു ഇത് ജസ്റ്റ് ബാക്കി ന്യൂസ് കൂടി ജസ്റ്റ് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് റീഡ് ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് പ്രോഗ്രാം പോകുന്നത് എന്നുള്ളത് കേട്ടോ. പിന്നെ ഇത് റീജിയണൽ ന്യൂസ് ആണ്, ജസ്റ്റ് ഒന്ന് അത് വായിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂസ് പേപ്പർ റീജിയൻ ന്യൂസ് ഒന്ന് വായിക്കാം. മറ്റു ന്യൂസ് ഉണ്ടായിരുന്നത്, ഇന്നിപ്പം സൺഡേ ആയതുകൊണ്ട് എഡിറ്റോറിയൽ ഇല്ല. ഇന്ത്യ റഷ്യ റിലേഷൻ എന്ന് പറഞ്ഞ ന്യൂസ് ആണ്. കാരണം റഷ്യന്റെ പ്രസിഡന്റ് പുടിൻ വിസിറ്റ് വരാൻ പോകുന്നുണ്ട്, December 6 മുതലാണ്. അപ്പൊ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്, അഗ്രിമെന്റുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ സമയത്ത് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അതേ സമയത്ത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എന്താണ് കറന്റ് ഇന്ത്യ റഷ്യ റിലേഷൻ, ജസ്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇന്ത്യ റഷ്യ റിലേഷൻസിൽ ഏകദേശം നമുക്കറിയാം, റെസ്പോണ്ടഡ് മിസൈലൊക്കെ നമ്മൾ ഓൾറെഡി ഡിഫൻസ് സിസ്റ്റം എന്ത് ചെയ്യാണ്, നമ്മൾ ഓൾറെഡി റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നുണ്ട്, കാർഡ്സ് ഉള്ള സമയത്ത് കൂടി നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഇന്ത്യ റഷ്യ റിലേഷൻ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇമ്പോർട്ടന്റ്, GS2 ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഇന്ത്യ റഷ്യ റിലേഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യകത എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഒന്ന് ചൈനനെ ബാലൻസ് ചെയ്യാൻ. ഓക്കെ, നമുക്കറിയാം ചൈനന്റെ അഗ്രസീവ് ആക്ടിവിറ്റി, നല്ല ബോർഡർ ഏരിയാസിലൊക്കെ നമ്മൾ ആ ഇഷ്യൂസ് നമ്മൾ നേരിട്ടതാണ്. അപ്പൊ അത്തരത്തിൽ ചൈനനെ ഒന്ന് കൗണ്ടർ ചെയ്യാൻ വേണ്ടി നമുക്ക് റഷ്യനായിട്ട് നല്ല റിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ന്യൂ സെക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക് എൻഗേജ്മെന്റ് എമേർജ് ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റ് വെപ്പൺസ്, ഹൈഡ്രോ കാർബൺസ്, ന്യൂക്ലിയർ എനർജി, ഡയമണ്ട്സ്, അത്തരം മേഖലയിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫുട് പ്രിന്റ് റഷ്യൻ ഫാർ ഈസ്റ്റിൽ എന്ത് ചെയ്യാണ്, ഫാർ ഈസ്റ്റിലും ആർട്ടിക്കിലും നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ ഫുട് പ്രിന്റ് എക്സ്പാൻഡ് ചെയ്യാൻ നമ്മുടെ ഒരു ഉദ്ദേശമാണ്, ലക്ഷ്യമാണ്. അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, റഷ്യനായിട്ട് കോപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ്. മറ്റൊന്ന് ടെററിസം കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ നമുക്ക് കോംപ്രഹെൻസീവ് കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ടെററിസത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ടെററിസത്തെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കോപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, മൾട്ടിലാറ്ററൽ ഫോറത്തിൽ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ UN സെക്യൂരിറ്റി കൗൺസിലിലേക്കുള്ള ഇന്ത്യന്റെ, അതുപോലെ തന്നെ NSG-ലേക്കുള്ള ഇന്ത്യൻ മെമ്പർഷിപ്പിനൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം കൂടിയാണ് റഷ്യ എന്ന് അറിഞ്ഞില്ല. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യ ഫോർ റഷ്യ എന്തൊക്കെയാണ്, ഒന്ന് ചൈനനെ ബാലൻസ് ചെയ്യാൻ അവർക്കും നമ്മളെ ഇമ്പോർട്ടന്റ് ആണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, റഷ്യന്റെ ഫാർ ഈസ്റ്റിലെ ആ ലാൻഡ് മാസിലൊക്കെ വെച്ച് റിസോഴ്സ് ഒക്കെ എന്താണ് അവർക്ക് അവിടെ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ. ഓക്കെ, പിന്നെ യൂറേഷ്യൻ എക്കണോമിക് യൂണിയൻ എന്നുള്ള അത് റിവൈവ് ചെയ്യാൻ വേണ്ടിയും റഷ്യ എന്തുണ്ട്, അവരുടെ സോഫ്റ്റ് പവർ കൂടുതലാക്കാൻ വേണ്ടി. ഓക്കെ, അതും റഷ്യക്ക് ഇന്ത്യനെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ IR-ലൊക്കെ നമ്മൾ പഠിക്കുന്നത്, ഏത് രാജ്യം പഠിക്കുമ്പോൾ നമ്മൾ വൈ ദാറ്റ് കൺട്രി ഇമ്പോർട്ടന്റ് ഫോർ ഇന്ത്യ, വൈ ഇന്ത്യ ഇമ്പോർട്ടന്റ് ഫോർ ദാറ്റ് കൺട്രി എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ഹെഡിങ് ഉണ്ടാക്കും. അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ് മെയിൻ ചലഞ്ച്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യലൊക്കെ ഉണ്ടെങ്കിൽ കൂടി നല്ല ചലഞ്ചസ് ഉണ്ട്. ഒന്ന്, ഇന്ത്യ ഗോയിങ് വെസ്റ്റ്, ഇന്ത്യ കൂടുതലായിട്ട് US-ഉം വെസ്റ്റും ആയിട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും റഷ്യക്ക് ആയിട്ട് റിലേഷനെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റഷ്യ അതിന്റെ ഭാഗമായിട്ട് ഈസ്റ്റിലോട്ട് പോകുന്നുണ്ട്. റഷ്യ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചൈന ആയിട്ടും ഈസ്റ്റ് ആയിട്ടൊക്കെ കൂടുതലായിട്ട് അവര് കോപ്പറേഷൻ കൂട്ടുന്നതും ഇന്ത്യക്ക് ദോഷമാണ്. പാകിസ്ഥാനായിട്ടും ചൈന എന്ത് ചെയ്യുന്നുണ്ട്, ടർക്കി ആയിട്ടും ഇറാനായിട്ടും പാകിസ്ഥാനായിട്ടൊക്കെയുള്ള റിലേഷൻ കൂടി വരികയാണ്. അപ്പൊ വേഫോർഡ് നമുക്ക് എന്ത് പറയാം, കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ഇന്ത്യ പസഫിക് നറേറ്റീവ്സിലൊക്കെ കൂടുതലായിട്ട് റഷ്യനെ നമുക്ക് എൻഗേജ് ചെയ്യിക്കേണ്ടതുണ്ട്, ഇന്ത്യ പസഫിക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക റഷ്യ ഇന്ത്യ റിലേഷൻസിലൊക്കെ. ഓക്കെ, ഒരു മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഒരു കോപ്പറേഷൻസ് നടത്താൻ വേണ്ടി റഷ്യ ചൈന ഇന്ത്യക്ക് നമുക്ക് കോപ്പറേറ്റ് ചെയ്യാന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ മൾട്ടിലാറ്ററൽ ഫോട്ടോത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം കോപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വേ ഫോർവേഡ് കൊടുക്കാം. ഓക്കെ, ഒരു കൺക്ലൂഷനോട് കൊടുത്തിട്ട് ജസ്റ്റ് നോക്കാം. അതാണ് ഇന്ത്യ റഷ്യ റിലേഷൻ. ഇനി വരും ദിവസങ്ങളിൽ ഇന്ത്യ റഷ്യ റിലേഷൻ ഞാൻ മുമ്പും ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, എങ്കിലും ഇനിയും വരും ദിവസങ്ങളിൽ ഇപ്പൊ ഇന്ത്യ പ്രസിഡന്റിന്റെ വിസിറ്റിന് ശേഷം എന്തൊക്കെ അഗ്രിമെന്റ് കാര്യങ്ങൾ, എന്തെങ്കിലും പ്രധാനപ്പെട്ട അഗ്രിമെന്റുകളൊക്കെ ലോങ് ലാസ്റ്റിംഗ് എഫക്ട് ഉണ്ടാക്കുന്ന അഗ്രിമെന്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അത് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. മറ്റൊന്നുണ്ടായിരുന്നത് പാർലമെന്റിന്റെ ഈ ഒരു പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് പ്രസിഡന്റിന്റെ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം പ്രസിഡന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
സെലിബ്രേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിന്റെ ഇപ്പൊ ഏകദേശം 1921 ഉണ്ടാക്കിയതാണ്. അപ്പൊ ഏകദേശം ഇതിപ്പോ 200 കൊല്ലമായിട്ടുണ്ട്. ഓക്കെ, 2021 ആയപ്പോ തന്നെ. അപ്പൊ അതിന്റെ ബന്ധപ്പെട്ട ആഘോഷങ്ങളിലൊക്കെ ഇനാഗുറേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സമയത്ത് അക്കൗണ്ട് കമ്മിറ്റികൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ജസ്റ്റ് നമുക്ക് നോക്കാം. അതെന്ന് പറയുന്നത് ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 3 ഫിനാൻഷ്യൽ കമ്മിറ്റീസിൽ വരുന്ന ഒരു കമ്മിറ്റിയും കൂടിയാണ് പബ്ലിക് അക്കൗണ്ട്. അത് കൂടാതെ 2 ഫിനാൻഷ്യൽ കമ്മിറ്റീസ് ഏതൊക്കെയാണ്, എസ്റ്റിമേറ്റ് കമ്മിറ്റിയും കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. 3 കമ്മിറ്റി ഇമ്പോർട്ടന്റ് ആണ്. നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് പൊളിറ്റിയിൽ നോക്കാൻ വേണ്ടി ശ്രമിക്കണം. ഈ പാർലമെന്ററി കമ്മിറ്റീസ് എന്നുള്ളതിന്റെ പവേഴ്സ് ഒക്കെ കിട്ടുന്നത് ആർട്ടിക്കിൾ 105 എന്നാണ്. പ്രിവിലേജ് ആൻഡ് പാർലമെന്റ് മെമ്പേഴ്സ് എന്നുള്ള അതെന്നാണ് എടുക്കുന്നത്. പിന്നെ ആർട്ടിക്കിൾ 118 പറയുന്നുണ്ട്. ഓക്കെ, റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1921 ഓക്കെ, നമ്മുടെ മൊണ്ടേഗു ചെംസ്ഫോർഡിന്റെ ഭാഗമായിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഭാഗമായിട്ടൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്താന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, എവറി ഇയർ അണ്ടർ ദ റൂൾ 308 പ്രകാരമാണ് ഇത് എല്ലാ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അറിഞ്ഞിരിക്കാം. അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ചെയർമാനാണ്. ചെയർമാനെ കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കർ ആയിരിക്കും അറിഞ്ഞിരിക്കാം. ഓക്കെ, പിന്നെ പോലെ തന്നെ കമ്മിറ്റീസ് നോട്ട് ബീങ് ആൻ എക്സിക്യൂട്ടീവ് ബോഡി ക്യാൻ ഓൺലി മേക്ക് ദ ഡിസിഷൻ അഡ്വൈസറി നാച്ചുറൽ എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കാം. ഓക്കെ, ജസ്റ്റ് റെക്കമെൻഡേഷൻസ് കാര്യങ്ങളേ ഉള്ളൂ. മെമ്പേഴ്സ് എന്ന് പറയുന്നത് 22 മെമ്പേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. 15 മെമ്പേഴ്സ് ലോകസഭയിൽ നിന്നും 7 മെമ്പേഴ്സ് രാജ്യസഭയിൽ നിന്നാണെന്ന് അറിഞ്ഞിരിക്കാം. 1 ഇയർ മാത്രമാണ് അവരുടെ ടേം ഉണ്ടാവുക. പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, മണി ഗ്രാന്റ് ചെയ്ത കാര്യങ്ങൾ ആ ഒരു കറക്റ്റ് ഇതിൽ തന്നെയാണോ സ്പെൻഡ് ചെയ്തെന്നുള്ള എന്ത് ചെയ്യാ ചെക്ക് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, പിന്നെ പോലെ തന്നെ മിനിസ്റ്റേഴ്സിന് ഇതിന് മെമ്പർ ആവാൻ പറ്റില്ല എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അക്കൗണ്ടുകളൊക്കെ എക്സാമിൻ ചെയ്യാം. ഓക്കെ, അപ്രോപ്രിയേഷൻ സംസ് ഒക്കെ ഹൗസിന്റെ കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്യാം. എക്സെപ്റ്റ് ദോസ് റിലേറ്റിംഗ് ദ പബ്ലിക് അണ്ടർടേക്കിംഗ് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാത്ത ഇതൊക്കെ അത് ഓൾറെഡി പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി അത് എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. അതല്ലാത്ത കാര്യങ്ങൾ എക്സാമിൻ ചെയ്യുക. അതുപോലെ തന്നെ റിപ്പോർട്ടുകളൊക്കെ നോക്കുക. CAG-ന്റെ റിപ്പോർട്ട്, അപ്രോപ്രിയേറ്റ് അക്കൗണ്ട് ഓൺ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റിപ്പോർട്ടുകൾ നോക്കുക. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കമ്മിറ്റി ലുക്സ് അപ്പോൺ ദ സേവിങ്സ് അറൈസിംഗ് ഫ്രം ദ ഇൻകറക്റ്റ് എസ്റ്റിമേറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചെക്ക് ചെയ്യുന്നുണ്ട് അറിഞ്ഞിരിക്കാം. അതാണ് അതിന്റെ ഡ്യൂട്ടി. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ, പാർലമെന്ററി കമ്മിറ്റീസിന്റെ ഒരു ഫോറം കിട്ടാണ്. ഓക്കെ, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പല മാറ്റേഴ്സും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഫോറം, എക്സ്പെർട്ടൈസിനൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോറം എന്ത് ചെയ്യാണ് ഇവിടെ അവസരം കിട്ടാണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതാണ് ഇതിന്റെ ഒന്നാമത്തെ. പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിനിടയിൽ എന്തെങ്കിലും ഒരു കൺസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം ഇവിടെ വിപ്പൊന്നും സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് എന്ത് കൺസിഡർ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു കാര്യം തീരുമാനിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പോളിസി ഇഷ്യൂസ് നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഞാൻ ഫാമിലോ വിഡ്രോ ചെയ്ത സമയത്തൊക്കെ അതിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് പറഞ്ഞിരുന്നു. നമുക്ക് കിട്ടുന്ന എന്താണ്, നമുക്കൊരു പാഠം എന്ന് പറയുന്നത് കമ്മിറ്റീനെ കൂടുതലായിട്ട് അപ്പോയിന്റ് ചെയ്യാത്തതുകൊണ്ടാണ്, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി. അപ്പൊ പോളിസി ഇഷ്യൂസ് ഒക്കെ നമുക്ക് എന്ത് കൂടുതലായിട്ട് എക്സാമിൻ ചെയ്യാനൊക്കെ സജഷൻസ് കൊടുക്കാനോ അതിന്റെ ഭാഗമായിട്ട് പറ്റും എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, പക്ഷെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇഷ്യൂസ് എന്താണ്, ഒന്ന് പാർലമെന്ററി സിസ്റ്റം ഗവൺമെന്റ് വീക്കൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഡോക്ടർ ഓഫ് ദി ഫ്യൂഷൻ ഓഫ് പവേഴ്സ് എന്നുള്ള ബിറ്റ്വീൻ പാർലമെന്റ് ആൻഡ് എക്സിക്യൂട്ടീവ് എന്നുള്ളത് ഇതിലൂടെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ പലപ്പോഴും പല എന്ത് ചെയ്യുന്നില്ല, പലതും എന്ത് ചെയ്യുന്നില്ല, കമ്മിറ്റിക്ക് വിടുന്നില്ല എന്നുള്ളതാണ് ഒരു ഇഷ്യൂ. ഞാൻ അന്ന് പെർസെന്റേജ് കണക്ക് വെച്ചുകൊണ്ട് അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതാണ് ഒരു ഡെമോക്രസിയെ വീക്കനിങ് ചെയ്യുന്ന സംഗതിയായിട്ട് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്, പലപ്പോഴും മാൻഡേറ്ററി അല്ല, അവരുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബൈൻഡിങ് അല്ല എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതും ഇതായിട്ട് പറയാൻ പറ്റും. അതൊക്കെയാണ് ഇതിന്റെ ഒരു ഇതായിട്ട് പറയുന്നത്. അപ്പം ഈ ഇതിന്റെ വേ ഫോർവേഡ് നോക്കിയൊക്കെ ഒരു സെൻട്രൽ റോൾ ഉണ്ട് നമ്മുടെ ഡെമോക്രസിയിൽ. അപ്പൊ അത് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, നല്ല രീതിയിൽ സ്ക്രൂട്ടിനി നടത്താൻ വേണ്ടിയും ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് കമ്മിറ്റിയെ കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ആ ന്യൂസിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസുകൾ. കുറച്ച് സയൻസ് ആൻഡ് ടെക്നോളജി മാത്രം ന്യൂസുകൾ ഉണ്ട്, നിങ്ങളൊന്ന് വായിക്കുക. ഓക്കെ, അതിൽ നിങ്ങൾ വായിക്കേണ്ട ഒരു ന്യൂസ് ശ്രീലങ്കത്തെ ജസ്റ്റ് ഇന്ത്യ ശ്രീലങ്ക റിലേഷൻ ഓൾറെഡി പലപ്പോഴും ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് പുതിയ വേരിയന്റിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും വായിക്കുക. ഈ ഡാം സേഫ്റ്റി ബില്ല് ഒന്ന് നോക്കട്ടോ. ഓക്കെ, വാട്ട് ഇസ് ദ ഡിബേറ്റ് ഓൺ ദ ഡാം സേഫ്റ്റി ബില്ല് ജസ്റ്റ് നോക്കുക. ഞാനത് മറ്റൊരു ദിവസം എന്ത് ചെയ്യാം, നമുക്ക് ഡാം സേഫ്റ്റി ബില്ല് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് എന്തുകൊണ്ട് റിക്വയർഡ് ആയിരിക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ ഒരു ഓതർ അഭിപ്രായത്തിലാണ്, ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കുക, നന്നായിരിക്കും. ഓക്കെ, അത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഇന്നത്തെ ന്യൂസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് മറ്റൊരു ന്യൂസുമായിട്ട് ഉടൻ കാണാം. നമ്മുടെ KS ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിൽ. സാറ്റർഡേ സൺഡേ ലീവ് ആയിരുന്നു. മൺഡേ മുതൽ ഫ്രൈഡേ വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. അത് സ്ഥിരമായിട്ട് കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ.